നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. അതാരാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേർക്കുവാനോ നിങ്ങളോട് പറയുവാനോ സാധിക്കുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ചില അതിഥികൾ വന്നതോടുകൂടി നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വായനയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു കാര്യം, ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു പ്രണയബന്ധത്തിൽ വളരെയധികം പോരായ്മയായി കാണപ്പെടുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടായിട്ടുള്ള വിശ്വാസവും അതുപോലെ സംസാര രീതിയും ആണ്. ഈ രണ്ട് ഘടകങ്ങളാണ് വളരെയധികം പോരായ്മയോടുകൂടി നിൽക്കുന്നത്. നിങ്ങൾ സംസാരിച്ചു വരുമ്പോൾ അത് പല പ്രശ്നങ്ങളിലേക്കും രൂപപ്പെടുന്നു. നിങ്ങൾ പറയുന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല, ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്കും ഉൾക്കൊള്ളാനാകുന്നില്ല. രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി നിൽക്കുന്നത്. ഇത് നിങ്ങൾ രണ്ടുപേരും പല രീതിയിലും പരിഹരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പല പശ്ചാത്തലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളായതുകൊണ്ട് തന്നെ പല രീതിയിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല അറ്റംപ്റ്റും നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. പല ശ്രമങ്ങളും നടത്തി, അതൊന്നും വിജയിച്ചില്ല. പക്ഷെ ഇവിടെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ മതിയെന്നും, പക്ഷെ വെറുതെ വന്നാൽ മാത്രം പോരാ, ഇവിടെ കൃത്യമായിട്ടുള്ളൊരു നിലപാടും അഭിപ്രായവും വേണമെന്നുള്ള വാശിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. തീർത്തും ഈ ഒരു പ്രണയബന്ധത്തിന്റെ പോരായ്മ എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥൻ വേണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു മധ്യസ്ഥത വഹിക്കുന്ന ഏതോ ഒരു പുതിയ വ്യക്തി ഈ പേഴ്സന്റെ കൂടെ വന്നിട്ടുള്ളതായി നമുക്കിവിടെ കാണാം. അതൊരു തേർഡ് പേഴ്സൺ ആണ്, തേർഡ് പാർട്ടിയാണ്. പക്ഷെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നെഗറ്റീവായി ആണ് വരാറുള്ളതെങ്കിൽ പോലും ഇന്നത്തെ ഈ വായനയിൽ നമുക്ക് അത്രയും പോസിറ്റീവായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ തേർഡ് പാർട്ടി രൂപേണ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ കൂടിക്കാഴ്ചയ്ക്കും തുറന്നുള്ള സംസാരത്തിനും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തിനും സംസാരിച്ച് ഒത്തുതീർപ്പാക്കുവാനും പുതിയ തുടക്കം തുടങ്ങുവാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ ഈ വ്യക്തി കാണാതെ പോകുന്ന നിങ്ങളിലെ ചില മഹത്വത്തോടു കൂടിയുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ വ്യക്തിയിലും നിങ്ങൾ കാണാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടുപേരും വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായി കാണപ്പെടുന്നു. തന്നിഷ്ടം, അഹംഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടു പേർക്കും ആവശ്യത്തിലധികമുണ്ട്. ഇതിൽ ഒരു വ്യക്തി, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഒരുപക്ഷെ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റിക്കുവാൻ അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുവാനോ പറ്റിക്കുവാനോ സാധിക്കില്ല. മനസ്സിൽ എന്താണോ ഉള്ളത് അത് തുറന്നടിച്ച് പറയുന്ന ഒരു പ്രകൃതക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം പൊട്ടിത്തെറിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ പ്രതിഷേധിക്കുന്ന രീതി,
അതൊരു ശാന്തപരമായിട്ടുള്ള രീതിയിൽ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പ്രതികരിച്ചു വരുമ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ, വളരെയധികം ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത് ചെയ്തത് തെറ്റായി പോയി എന്നിങ്ങനെയുള്ള തിരിച്ചറിവുകൾ. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഉപദേശവും വഴികാട്ടിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മധ്യസ്ഥത വഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ്. അത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതും. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഈ വ്യക്തിയുടെ സുഹൃത്തുക്കളോ അതിനു വേണ്ടിയിട്ട് മത്സരിച്ച് പയറ്റുന്നുണ്ടാകാം, പരിശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതൊന്നും കേൾക്കാനോ ചെവി കോർക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. പക്ഷെ ഇവിടെ അതിശക്തമായിട്ടുള്ള മൂന്നാമതൊരു വ്യക്തി ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കോ വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഇതിനോടകം വന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. ഭൂരിഭാഗവും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ശരിക്കും ഒരു യോദ്ധാവിന്റെ ഊർജത്തിലാണ് ആ വ്യക്തി വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ മനസ്സറിയുവാനും വളരെയധികം തേർഡ് ചക്ര ഒക്കെ വളരെയധികം ആക്ടിവേഷൻ നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പലവരും, അതായത് നിങ്ങളാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും ആ വ്യക്തിക്ക് ഞൊടിയിടയിൽ മനസ്സിലാക്കാനുള്ള കഴിവും ഉള്ളതായി നമുക്കിവിടെ കാണാം. ഇത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. സ്വഭാവത്തിലും ചിന്താഗതിയിലും സംസാരത്തിലും നിങ്ങളോടുള്ള കാഴ്ചപ്പാടിലും. അപ്പോൾ പുതിയൊരു ഊർജം വന്നതിൽ എന്തു തന്നെ ആയാലും പോസിറ്റീവായി തന്നെയാണ് രൂപപ്പെട്ടു വരുവാൻ പോകുന്നത്. അത് നല്ലതിനായി തന്നെ ആശംസിക്കുകയാണ്. അതിലൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും നിങ്ങളോട് തുറന്ന് സംസാരിക്കുവാനും പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കുവാനും കോംപ്രമൈസ് എനർജിയും സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു നിലനിൽപ്പുമാണ് ഇവിടെ വരുവാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ഒരു നിസ്സാരമായി കാണാൻ സാധിക്കുന്നതല്ല. ഇതിനോടകം അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇതിനോടകം അങ്ങനെ എന്തെങ്കിലും പുതിയ ഒരു കാര്യം ഈ ഇടയായി നിങ്ങളുടെ ചെവിയിലോ നിങ്ങളുടെ അറിവിലോ വന്നിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളത് വലിയ പ്രാധാന്യം കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടാകാം, ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ തീർച്ചയായിട്ടും അത് പ്രപഞ്ചശക്തി അയക്കുന്ന ചില പോസിറ്റീവായിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്ത് തീരുമാനമെടുക്കണം, എങ്ങനെ പോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരണമെന്നില്ല. പക്ഷേ വളരെയധികം പ്രാർത്ഥിക്കുകയും പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അത് ഈ പ്രപഞ്ചം പല രീതിയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാകാം, പ്രപഞ്ചശക്തിയാകാം, എന്ത് വേണമെങ്കിലാകാം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും സഹായിക്കാൻ ഓടിയെത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ആക്കി തരുന്ന രീതിയിൽ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സർവ്വസാധാരണയാണ്. പക്ഷെ അത് അത്രയും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളിലേക്ക് മാത്രം എത്തിച്ചേരുകയേ ഉള്ളൂ. എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളിലേക്ക് അങ്ങനെ ഒരു അനുഗ്രഹമാണ് എത്തിച്ചേരുവാനായിട്ട് പോകുന്നത്. അത് കുറച്ച് പ്രായമുള്ള വ്യക്തിയാകാം, ചെറുപ്പക്കാരനാകാം, എങ്ങനെ വേണമെങ്കിലാകാം. പക്ഷെ പ്രായത്തിലും അല്ലെങ്കിൽ കാഴ്ചയിലും ഒന്നുമല്ല ഇവിടെ കാര്യമിരിക്കുന്നത്. അവരുടെ അറിവായിരിക്കും, അവരുടെ ജ്ഞാനമായിരിക്കും. അത് എല്ലാത്തിനോടും ഉള്ള ഒരു കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഉയർന്ന രീതിയിലുള്ള അറിവ് അവർക്കുണ്ടായിരിക്കും. കൃത്യമായ നിലപാടും അഭിപ്രായവും തീരുമാനങ്ങളും അവർക്കുണ്ടായിരിക്കും. അവരാണ് നിങ്ങളുടെ വ്യക്തിയെ സഹായിക്കുവാനായിട്ട് പോകുന്നത്. അതിലൂടെ നിങ്ങൾ തന്നെയാണ് വിജയിക്കുവാനും പോകുന്നത്. ഇത്രയാണ് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.